നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 7-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 21-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ആഴ്ച അനുകൂലപ്രദമല്ല. ചൊവ്വ എന്ന് പറയുമ്പോൾ ഏറ്റവും ആൾക്കാർ ഭയക്കുന്ന ദിവസമാണ്. പാവഗ്രഹങ്ങളിൽ ശക്തനായിട്ടുള്ള ഗ്രഹമാണ് ചൊവ്വ. പക്ഷെ ഇന്നത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അതിനൊപ്പം ഇന്ന് പൗർണമിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ദോഷത്തെയും പൗർണമി ദിവസം മാറ്റാൻ പറ്റും. കാരണം ചന്ദ്രൻ്റെ പൂർണ്ണ പവർഫുൾ ആയിട്ടുള്ള ദിവസം ആയതുകൊണ്ട് ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇതൊക്കെ പോട്ട് അത് എല്ലാം മാറ്റാനുള്ള ശക്തിയുണ്ട് പൗർണമിക്ക്. ഇന്ന് ദിവസം മാത്രമേ കൊള്ളാതെ ഉള്ളൂ, നക്ഷത്രം കൊള്ളാം. ഇന്ന് പിന്നെ പൗർണമിയുടെ പ്രകാശം ഈ ചന്ദ്രന് ചൊവ്വയ്ക്ക് ബാധിക്കും. ചൊവ്വയ്ക്ക് ചന്ദ്രനും കൂടി വന്നാൽ ശശിമംഗള യോഗമായി മാറും, വളരെ ഐശ്വര്യപ്രദമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദോഷപ്രദമല്ല. അതുപോലെ കന്നിമാസത്തിലെ രേവതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തരും. സന്തോഷപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ നമുക്ക് കുറേ നേട്ടഭാവങ്ങൾ ചൊവ്വ എന്തൊക്കെ തരും? ഭൂമികാരകനാണ് ചൊവ്വ. ഇപ്പോൾ ഭൂമി വാങ്ങാൻ ഇടവരും. പൗരുഷത്തെ കൊടുക്കും. പൗരുഷം എന്ന് പറഞ്ഞാൽ സാമർഥ്യം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക റിസൾട്ട് കൊടുക്കും. എവിടെയും ഇപ്പോൾ സൈന്യത്തിൽ, പോലീസിൽ, അതുപോലെ പട്ടാളം, നീതിന്യായ വകുപ്പുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ പുരോഗതിക്ക് ഇടവരും. പ്രമോഷനും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്തു തരും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ചൊവ്വാഴ്ചയാണ് ഇന്നത്തെ ദിവസം. ഈ പൗർണമിയും നല്ല നക്ഷത്രവും എല്ലാം കൂടി കൊണ്ട് അനുകൂലപ്രദമായി മാറിയെങ്കിലും നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകണം. 3 മണി മുതൽ 4:30 മണി വരെയാണ് രാഹുകാല സമയമെങ്കിലും 3 മണി 10 മിനിറ്റിന് രാഹുകാലം തുടങ്ങുകയുള്ളൂ. 4 മണി 39 മിനിറ്റിന് രാഹുകാലം തീരുള്ളൂ. ഒരു 10 മിനിറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രാഹുകാലം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഗുളികകാല സമയം പറഞ്ഞത് 12 തൊട്ട് 12 മണി 12 മിനിറ്റ് തൊട്ട് 1 മണി 41 മിനിറ്റ് വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 9 മണി 14 മിനിറ്റ് തൊട്ട് 10 മണി 43 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും നമുക്ക് പൗർണമിയാണ്, അല്ലെങ്കിൽ പോലും നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എല്ലാ കാര്യങ്ങൾക്കും എടുക്കാം. 11 മണി 48 മിനിറ്റ് തൊട്ട് 12 മണി 36 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. ഇത് നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കാം. ഭാഗ്യദായകമായ സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. ചുവന്ന വസ്ത്രം, റെഡ് കളറ് നമുക്ക് വസ്ത്രധാരണ, ചുവപ്പ് മിക്സായിട്ടുള്ളതോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഐശ്വര്യപ്രദമായി തീരും. ചൊവ്വയുടെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭൂമിനാഥനായ ചൊവ്വയുടെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.